രാഹുൽ ഗാന്ധിയെ ഇന്ന് രാജ്യം കേൾക്കുകയാണ്. വരാനിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബാണെന്ന് പ്രഖ്യാപിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഈ രാജ്യത്തോട് പലതും പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം പൊട്ടിച്ച ബോംബ് വോട്ട് ചോരി എന്നുള്ളതായിരുന്നു. അതിൽ താങ്ങി നിർത്താനോ താങ്ങാവാനോ പറ്റാതെ BJP ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നത് നമ്മൾ കണ്ടു. അത് ബീഹാറിൽ ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പിന്നീട് നടത്തിയ പ്രക്ഷോഭങ്ങൾ BJP ചെയ്ത നല്ല കാര്യങ്ങൾ തന്നെ ഇല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും BJPയെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഘടകമായി വോട്ട് ചോരി അഥവാ വോട്ട് മോഷണം ഇന്ത്യയിൽ മാറ്റാൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ബോംബാണ് ഇന്ന് 10 മണിക്ക് ഈ രാജ്യത്ത് പൊട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ പൊട്ടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് വൃത്തങ്ങളും നൽകുന്ന സൂചന. അതായത് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ വെളിപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് വരുന്നത്. അത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള ഒരു പ്രചരണം അതുപോലെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി 5 ലക്ഷം വോട്ടിനടുത്ത് ജയിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വിയർക്കുന്നത് നമ്മൾ കണ്ടു. 2024 വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളിൽ നരേന്ദ്രമോദി പിന്നിലായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം വന്നെടുത്തു നിന്ന് പെട്ടെന്ന് നരേന്ദ്രമോദി കേവലം 1.5 ലക്ഷം വോട്ടിന് മാത്രം വിജയിക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ നടന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത്. അതൊരു പക്ഷേ ഈ രാജ്യത്തോട് ഇന്ന് പറയുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ജന്മദിനമായിരുന്നു. 75 വയസ്സ് തികയുന്ന നരേന്ദ്രമോദിയെ ഈ രാജ്യം മാത്രമല്ല ലോകം തന്നെ വലിയ രീതിയിൽ പ്രശംസിച്ചു കൊണ്ടിരുന്ന ദിവസമാണ് ഇന്നലെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു ബോംബാണ് പൊട്ടുന്നത് എങ്കിൽ അത് ഈ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കും എന്നുറപ്പാണ്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഇനി മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ രാജ്യം ഞെട്ടാൻ പോകുന്ന വാർത്തകളാണ് കാത്തിരിക്കുന്നത്. ബീഹാറിലെ വോട്ടവകാശ യാത്രയുടെ സമാപന വേദിയിലാണ് പുതിയൊരു വെളിപ്പെടുത്തലിനുള്ള പണിപ്പുരയിലാണ് താനെന്ന് രാഹുൽ ഗാന്ധി ആദ്യം സൂചിപ്പിച്ചത്. രാജ്യത്ത് BJPക്ക് അനുകൂലമായി വോട്ടുകൊള്ള നടക്കുന്നുവെന്ന് വ്യക്തമാക്കാൻ വേണ്ടി നടത്തിയ വെളിപ്പെടുത്തൽ അത് ആറ്റം ബോംബ് മാത്രമാണെന്നും ഇനി ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുകയാണെന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതാണ് ഇന്ന് രാജ്യം അറിയാൻ കാത്തിരിക്കുന്നത്. അജയ് റായി ആയിരുന്നു വാരണാസി മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ എതിരാളിയായി ഉണ്ടായിരുന്നത്. അദ്ദേഹം UPയിലെ കോൺഗ്രസ് അധ്യക്ഷനാണ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ അജയ് മുന്നിലെത്തിയതും മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതുമൊക്കെ ചർച്ചയായപ്പോൾ ഈ രാജ്യം അതിലൊരു കള്ളക്കെണി അല്ലെങ്കിൽ വോട്ട് മോഷണം നടന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ പിന്നീട് കർണാടകത്തിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും നടന്നിരുന്ന വോട്ട് മോഷണം അതൊരു പക്ഷേ വാരണാസി എന്ന നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ നടന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇന്ന് രാജ്യം അറിയാൻ പോകുന്നത്.